കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സത്രം പേവാർഡ് കോംപ്ലക്സുകൾക്ക് പുതുജീവൻ നൽകാൻ മൂവാറ്റുപുഴ നഗരസഭ ശോചനീയാവസ്ഥയിലുള്ള കോംപ്ലക്സുകളുടെ ശുചിമുറികൾ പൊളിച്ചുപണിയുകയും പ്ലംബിംഗ്, ഇലക്ട്രിക്, പെയിന്റിംഗ് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യും. കച്ചവടക്കാർക്ക് ആശ്വാസമാകുവാനും നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിച്ച് സത്രം പേവാർഡ് കോംപ്ലക്സുകൾക്ക് പുതുജീവൻ നൽകുവാനുമുള്ള പദ്ധതികളുമായി നഗരസഭ. നിലവിലുള്ള നശിച്ചു കിടക്കുന്ന നഗരസഭയുടെ ആസ്തികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തെ തുടർന്ന് സത്രം പേവാർഡ് കോംപ്ലക്സുകൾ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് വിലയിരുത്തി. കോംപ്ലക്സുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ 31 ലക്ഷം രൂപയും ബാക്കി തുക വരുന്ന വർഷത്തിലുമായി വകയിരുത്തുവാനാണ് നഗരസഭാ തീരുമാനം. ശുചിമുറികൾ മുഴുവൻ പൊളിച്ചു പണിയുകയും പ്ലംബിംഗ്, ഇലക്ട്രിക്, പെയിന്റിംഗ് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ കണ്ണായ സ്ഥലത്ത് നിലകൊള്ളുന്ന 2 കെട്ടിടങ്ങളാണ് പേവാർഡ് കോംപ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ സത്രം കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഒരുപാട് വ്യാപാരികൾക്ക് ആശ്രയമായിട്ടുള്ള ഈ ഒരു കെട്ടിടം കാലാകാലങ്ങളായിട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ടോയ്ലറ്റുകൾ ലീക്കാകുകയും അതുപോലെ തന്നെ പ്ലംബിങ്ങിലുള്ള പോരായ്മകളൊക്കെ മൂലം കെട്ടിടത്തിൻ്റെ വോളുകളിലേക്ക് വെള്ളം ഇറങ്ങി അത് ഓരോ കടമുറികളിലേക്കും ഇറങ്ങി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് നഗരസഭ ഒന്നടങ്കം ഇതിന് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയുണ്ടായി. കണ്ടപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നി. കാലാകാലങ്ങളായിട്ട് ഇതിന് യാതൊരു റിനോവേഷൻ വർക്കുകളും നടന്നിട്ടില്ല. പക്ഷേ ഏറെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് മാത്രമാണ് ഒരു 5 ലക്ഷം രൂപയുടെ റിനോവേഷൻ വർക്കുകൾ ഇവിടെ നടന്നിട്ടുള്ളൂ. അന്ന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. ഏകദേശം ഒരു 8 വർഷക്കാലം മുമ്പാണെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഈ കോംപ്ലക്സ് അടച്ചിടുകയാണ് അന്നത്തെ ഒരു ഭരണസമിതി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആർജവത്തോടുകൂടി ഈ ഒരു ഭരണസമിതി അത് ഏറ്റെടുക്കുകയാണ്. സത്രം കോംപ്ലക്സ് എന്ന് പറയുന്നതും പേവാർഡ് കോംപ്ലക്സുമാണ് ഏറ്റവും കൂടുതൽ റിനോവേഷന് വേണ്ടി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് തന്നെയാണ് ഈ കൗൺസിലിൻ്റെ തീരുമാനം. അപ്പോൾ ഈ വർഷം അതിലേക്ക് വെച്ചിരിക്കുന്നത് 35 ലക്ഷം രൂപയോളം അതിൻ്റെ റിനോവേഷന് വേണ്ടി ഈ വർഷം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു കണ്ടിന്യൂഡ് പ്രോജക്റ്റ് ആയിട്ട് പോവുകയാണ്. അടുത്ത വർഷം ബാക്കി തുക കൂടി വിലയിരുത്തി നമ്മളുടെ ഏകദേശം ഒരു പഠനം അനുസരിച്ച് ഏകദേശം 85 ലക്ഷം രൂപയോളം മുടക്കിയാൽ മാത്രമാണ് ഇതിനൊരു കംപ്ലീറ്റ് റിനോവേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രവർത്തന സജ്ജമാകുന്ന രീതിയിൽ ഈ 2 കോംപ്ലക്സുകളെ മാറ്റാൻ പറ്റുകയുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ലീക്കേജും ടോയ്ലറ്റുകളുടെ പ്രശ്നവുമാണ്. അപ്പം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയുക എന്നുള്ളത്. അത് റിനോവേറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പൂർണ്ണമായും ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയുക എന്നുള്ളതാണ് അതിനാകെയുള്ളൊരു നടപടി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ വാട്ടർ ലീക്കേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ടൈലുകൾ ഇളക്കി അത് അപ്പോക്സി ചെയ്ത് കൃത്യമായിട്ടുള്ള വെള്ളം ഇറങ്ങാത്ത രീതിയിലേക്ക് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നിലവിൽ പല മുറികളിൽ നിന്നും കച്ചവടക്കാർ ഒഴിഞ്ഞു പോവുകയും ഉള്ളവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. പേവാർഡിൽ നിന്നുള്ള വാട്ടർ ലീക്കേജ് മുറിയിലേക്ക് എത്തുന്നുമുണ്ട്. ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മടേക്കൽ, അസംബീഗം, രജിത പി, കൗൺസിലർമാരായ ഷിതാറാണി തോമസ്, മനു റോയ്, മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീപ്, ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ്, വിവിധ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ സന്ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.